ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെയുള്ള ദൗത്യമാണ് നടത്തുക എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഗംഗാവലിയുടെ മറുകരയിലാണ്. അപകടം നടന്ന സ്ഥലത്ത് ഇതിനു വേണ്ടിയുള്ള പരിശോധനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നതാണ്. സൈന്യം സ്ഥലത്തേക്ക് കുറച്ച് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അതുപോലെ മൺതിട്ടകളിൽ ഈ തിട്ടയിലൊക്കെയായി ഉള്ള മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി വാഹനങ്ങൾ, ലോറികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മണ്ണുമാന്തി യന്ത്രം ഇതിലൂടെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വാഹനങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറിയാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് പുഴയിൽ 20 മീറ്റർ 15 മീറ്റർ താഴ്ചയിലാണ് വാഹനം ലൊക്കേറ്റ് ചെയ്തത്. അത് നാവികസേനയുടെ സോണാർ പരിശോധനയിലാണ് വിധത്തിൽ നിർണായകമായ വിവരം ലഭ്യമായത്. ആ സ്ഥലത്തേക്ക് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയണം. എത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ലൊക്കേറ്റ് ചെയ്ത ട്രക്കിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതാണ് ആദ്യ കടമ്പ എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയും ദിവസം കഴിഞ്ഞു പോയ 9 ദിവസത്തിൽ ഒരിക്കൽ പോലും ഈ ഉദ്യോഗസ്ഥർക്ക്, നാവികസേനയുടെയോ NDRFൻ്റെയോ ഉദ്യോഗസ്ഥർക്ക് ബോട്ട് വഴി പുഴയിലൂടെ തിരയുക എന്നതിനപ്പുറത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കാരണം ഈ നദിയുടെ ഒഴുക്ക് തന്നെയാണ് അതിന് കനത്ത വെല്ലുവിളിയായി നിന്നത്. ഇടവേളകളിൽ പെയ്യുന്ന അതിശക്തമായ മഴയും കാറ്റും അതൊക്കെ അതിജീവിക്കേണ്ടുന്ന ഒരു ഘടകങ്ങൾ തന്നെയാണ്. മറികടിക്കേണ്ട തടസ്സങ്ങളാണ് ശക്തമായ ഒഴുക്ക്, പുഴയിലെ ഒഴുക്ക്, കനത്ത മഴ, വീശിയടിക്കുന്ന കാറ്റ് എന്നിവയെല്ലാം. എന്തായാലും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് ട്രക്കിനടുത്തേക്ക് എത്തി പരിശോധന പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഡ്രോൺ അധിഷ്ഠിത സംവിധാനമായ ഡിബോട്സ് കൂടി എത്തുന്നു എന്നതാണ്. നേരത്തെ MP പറഞ്ഞതുപോലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ ഒരു അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുക. അതായത് പുഴയിൽ കൃത്യമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ എല്ലാം തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഡിബോട്സ് എന്ന് പറയുന്നത്. ഒപ്പം ഒരു കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം കൂടി ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുപയോഗിച്ച് ആ തിട്ടയിലെ മണ്ണ് നീക്കുന്ന പ്രവൃത്തി അത് കൂടുതൽ ഊർജിതപ്പെടുത്തും എന്നുകൂടിയാണ് അറിയിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യ കടമ്പ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയണം എന്നത് തന്നെയാണ്. അതിനുശേഷം ക്യാബിനിൽ, വാഹനത്തിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അർജുനെ കണ്ടെത്താൻ കഴിയണം എന്ന് തന്നെയാണ്. കണ്ടെത്തിയാൽ വാഹനത്തിലുണ്ടെങ്കിൽ പുറത്തെടുക്കേണ്ടതായുണ്ട്. ആ വിധത്തിലാണ് ദൗത്യം പൂർത്തിയാക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ പ്രഭാതത്തിൽ മഴ മാറി നിൽക്കുന്നു എന്നതാണ്. റെഡ് അലേർട്ടിൽ നിന്ന് ഓറഞ്ച് അലേർട്ടിലേക്ക് അങ്കോലയിലെ മഴ മുന്നറിയിപ്പ് മാറി എന്നതുകൂടി ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ സേനാംഗങ്ങളെല്ലാം തന്നെ സ്ഥലത്തേക്ക് എത്തിച്ചേരും, ദൗത്യം തുടങ്ങും എന്നതാണ്. ഒപ്പം ഇന്നലെ പോലീസ് അറിയിച്ചത് പ്രകാരം ഈ ദൗത്യം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് ഗംഗാവലി പുഴയുടെ മറുകരയിലും പ്രവേശനം ഉണ്ടാകില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഇന്നലെ നൽകിയ ആ ഒരു നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഇന്നിവിടെ നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, രക്ഷാ ദൗത്യം, തിരച്ചിൽ, പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുക എന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ എത്തിക്കാൻ കഴിയില്ല എന്നതുകൂടിയാണ്. ഏതായാലും ഇന്നലെ നൽകിയ നിർദ്ദേശമാണ്. അതിലേതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടോ എന്ന് നിലവിൽ അവർ വിശദീകരിച്ചിട്ടില്ല. അവിടെ കാലാവസ്ഥ വളരെ മോശമായിരിക്കും. നേരത്തെ തന്നെ ഈ 10 ദിവസമായി തന്നെ മോശം കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. പക്ഷെ അപ്പോഴും ഇന്ന് എന്തൊക്കെയോ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. മഴയും കാറ്റും ഇന്ന് ഉണ്ടായിരുന്നോ? പുലർച്ചെ മുതൽ കാലാവസ്ഥ എങ്ങനെയുണ്ട്? പുലർച്ചെ അതിശക്തിയായ ഒരു മഴ പെയ്തിരുന്നു. കാറ്റിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് മഴ പെയ്തത്. അതായത് ഇവിടെ അതൊരു പുതുമയുള്ള കാര്യമായി തോന്നുന്നുമില്ല. നമ്മളിവിടെ നിന്ന നിമിഷങ്ങളിലെല്ലാം മഴ കണ്ടതാണ്, കാറ്റും കണ്ടതാണ്. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ ഏറ്റവും മോശം കാലാവസ്ഥ, പ്രതികൂല കാലാവസ്ഥ ഇവിടെ ഉണ്ടായത് എന്നതാണ്. ട്രക്ക് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം പുഴയിലേക്ക് 5 ബോട്ടുകളിൽ NDRFൻ്റെയും നാവികസേനയുടെയും ഒപ്പം സ്ഥലം കർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മഞ്ചേശ്വരം MLA AK അഷ്റഫും ഒക്കെ അവരുടെ ഡിങ്കി ബോട്ടിൽ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് വരാനുള്ളൊരു ശ്രമം ഇന്നലെ വൈകിട്ട് നടത്തിയിരുന്നു. അതായത് ഇവരുടെ ഈ ബോട്ടൊക്കെ നിർത്തിയിടുന്നത്, കരയ്ക്ക് നിർത്തിയിടുന്നത് ഈ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്ത് നിന്ന് താഴ്ഭാഗത്തായാണ്. അപ്പോൾ ഒഴുക്കിനെതിരെ സഞ്ചരിച്ചുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥലത്തേക്ക് വരേണ്ടത്. പക്ഷേ ശക്തമായ മഴയെ തുടർന്ന് ഉണ്ടായ അതിശക്തിയായ ഒഴുക്ക്, കാറ്റ് ഒക്കെ കൊണ്ട് തന്നെ അവർക്ക് സ്ഥലത്തേക്ക് വരാൻ കഴിയാതെ തിരിച്ച് കരക്ക് തന്നെ കയറേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകിട്ട്
ഇന്ന് പുലർച്ചെയും ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും മഴ കുറച്ച് മാറി നിൽക്കുകയാണ്. അത് ഒരു അനുകൂല ഘടകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണുള്ളത്. കാറ് മൂടി നിൽക്കുന്നു എന്ന സ്ഥിതി തന്നെയാണ്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ണിടിച്ചിലുണ്ടായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്പുറം പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചാണ് അതുവഴി വന്ന വാഹനങ്ങളെല്ലാം തന്നെ നിർത്തിയിട്ടിരുന്നത്. ആ വാഹനങ്ങൾ ഇതേ സ്ഥലത്തുകൂടി, നമ്മുടെ ഈ അപകട സ്ഥലത്തുകൂടി തന്നെ കടത്തിവിട്ടു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതായത് ചരക്ക് വാഹനങ്ങൾ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അപ്പുറയായി വരിവരിയായി നിർത്തിയിട്ടിരുന്ന ചരക്ക് വാഹനങ്ങളെല്ലാം ഈ വഴി കൂടെ തന്നെ രാത്രിയും പുലർച്ചെയുമായി കടത്തിവിട്ടു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ്. ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ 10ാം ദിവസത്തെ തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും. ട്രക്ക് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ട്രക്കിലേക്ക് എത്തുക, അർജുനുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പം ഡിബോട്ട്സ് സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തി സാധ്യമായതെല്ലാം ചെയ്ത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അനുകൂലമായൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്.